2025 മാത്യു തോമസിന്റെ ഇറക്കുന്ന എല്ലാ പടങ്ങളും പൊട്ടി പൊട്ടി ഒടുവിൽ ഒരു കമ്പാക്ക് അടിക്കാൻ വേണ്ടി ഒരു വെറൈറ്റി പിടിച്ച് ഹോറർ കോമഡിയിൽ പണി ഇറക്കിയ പടമാണ് നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ പടം തുടങ്ങുന്നത് ബാംഗ്ലൂരിൽ നിന്നും പഠിത്തം കഴിഞ്ഞ് നാട്ടിലെത്തുന്ന നമ്മുടെ ഹീറോയെ കാണിച്ചുകൊണ്ടാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിലെ ഗ്യാങ്സിന്റെ കൂടെ വെള്ളമടിയും പരിപാടിയാണ്. അങ്ങനെ നാട്ടിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാമുകയുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തേന് ഇവരുടെ രണ്ടുപേരുടെ റൊമാൻസ് കാണിച്ച് നമ്മളെ അങ്ങ് വെറുപ്പിക്കും. അവിടെയാണ് നാട്ടിലെ ഒരു മിലിറ്ററി മാവന് ഏതൊരു പ്രേതത്തെ കണ്ടെന്നും പറഞ്ഞ് പേടിച്ച് വിറച്ചിരിക്കുന്ന നമ്മുടെ ഹീറോ അറിയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോ പേടിച്ചെങ്കിലും നമ്മുടെ ഹീറോയുടെ കൂട്ടുകാർ മാത്രം പേടിച്ചില്ല. മിലിറ്ററി ആയിരിക്കും, ബാക്കി വല്ലതും ഉണ്ടോ എന്തോ സാധ്യതയില്ല. അങ്ങനെ അന്ന് രാത്രി ഹീറോയുടെ കൂട്ടുകാർ വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഒരു കരിവാട് കണക്കിനിരിക്കുന്ന പ്രേതത്തെ അവർ രണ്ടുപേരും കാണും. അത് കണ്ട് അവർ പേടിക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറച്ച് സമയം ഇവരുടെ രണ്ടുപേരുടെ റൊമാൻസ് കാണിച്ച് വീണ്ടും നമ്മൾ വെറുപ്പിക്കും. അപ്പോഴേക്കും ഇവള് പറയും, രാത്രി വീട്ടിലേക്ക് ഇത് കേട്ട നമ്മുടെ ഹീറോ ആദ്യം നെട്ടത്തില്ല. പകരം രാത്രി ആവുമ്പോഴേക്കും ഡ്രസ്സൊക്കെ ഇട്ട് റൂമിൽ നിന്നും വെളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതും നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരും. യെസ്, എനിക്ക് ഇരുട്ട് പേടിയാണ്. ഇരുട്ടത്ത് മാത്രം പുറത്തിറങ്ങുന്നവരെ, പ്രേതങ്ങളെ, അതിനേക്കാൾ പേടിയാ. എന്റെ 5ാം വയസ്സിൽ തുടങ്ങിയ പ്രശ്നം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹീറോയുടെ വക ഒരു കുറച്ച ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് ഒരു ദിവസം നമ്മുടെ ഹീറോയെ ഒരു ചേച്ചിയുടെ അടുത്ത് നിർത്തിയിട്ട് ഹീറോയുടെ അമ്മ എവിടെയോ പോകും. അന്ന് ചേച്ചി കൊടുത്ത ചോറ് നമ്മുടെ ഹീറോ കഴിക്കില്ല. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ചേച്ചി അങ്ങ് പടമാവും. ദിസ് ഈസ് ദ കൊണച്ച് ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. അന്ന് തൊട്ട് നമ്മുടെ ഹീറോയ്ക്ക് രാത്രി പേടിയാണ്. അത് മാത്രമല്ല ചേച്ചിക്ക് ഇടയ്ക്ക് നരകത്തിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചോറ് തിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ വരും. ചോറ് കഴിക്കടാ, ഇതെന്തോന്നും പ്രേതമടാ, കണ്ണിൽ LED ലൈറ്റ് വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണ. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ അവളെ കണ്ട് കുറച്ച് കള്ളങ്ങളൊക്കെ പറഞ്ഞ് നൈസിലെ ഒതുക്കും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയ്ക്ക് അവൾ ഒരു മഹാ ഓഫർ കൊടുക്കും. പുള്ളിക്കാരി പ്രസവിച്ചു. അപ്പൊ അച്ഛനമ്മ എന്തായാലും അവിടെ കയറിട്ടേ വരുള്ളൂ. അപ്പോ ഇന്ന് രാത്രിയുണ്ട്, നാളെ രാത്രിയുണ്ട്. എങ്ങനെയുണ്ട്? ഇത് കേട്ടത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിൽ ഒരു ഫുൾ മന്തി കിട്ടിയ ഫീൽ ആയിരുന്നു. ബട്ട് രാത്രി പേടി കാരണം അന്ന് രാത്രി അവളെ കാണാൻ പോവില്ല. അങ്ങനെ അടുത്ത ദിവസം രണ്ടും കൽപ്പിച്ച് അവളെ കാണാൻ വേണ്ടി രാത്രിയിലെത്തും. അപ്പോഴേക്കും റൂമിൽ കയറിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ മരിച്ചുപോയ ചേച്ചി ഹീറോയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി വരും. അങ്ങനെ അത് കണ്ട് നമ്മുടെ ഹീറോ തല കറങ്ങി തറയിൽ വീഴും. അങ്ങനെ അടുത്ത ദിവസം ആവുമ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ കാമുകി ആശുപത്രിയിലാവും. കാരണം അന്ന് രാത്രി വേറെ ഏതോ കരിമാടിക്കുട്ടൻ വേഷം മാറി വന്ന് ഇവളെ അങ്ങ് ആക്രമിക്കും. അങ്ങനെ ആ കരിമാടിക്കുട്ടനെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയും ടീംസും ഇറങ്ങിത്തിരിക്കും. ഹീറോയ്ക്ക് നൈറ്റ് പേടിയാണ്ട് കൂട്ടുകാരൻ കുറച്ച് ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. എനിക്ക് എന്റെ അച്ഛനെ പണ്ട് ഭയങ്കര പേടിയായിരുന്നു. അച്ഛൻ ഡെയിലി വെള്ളം അടിച്ചിട്ട് വന്നിട്ട് എന്നെ അമ്മയും തല്ലും. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്നറിയോ പേടി മാറ്റാൻ? എന്താ? ഒരു ദിവസം ഞാൻ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് അച്ഛനെ തല്ലി. ഇപ്പൊ അച്ഛനെ ആരെ ഏറ്റവും പേടി? ഈ എന്നെ. അങ്ങനെ രാത്രി ആകുമ്പോൾ എല്ലാവരും ചേർന്ന് പ്ലാൻ ഒക്കെ ഇടും. അങ്ങനെ അടുത്ത ദിവസം രാത്രി ആയപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ടീംസ് ആ കരിമാടിക്കുട്ടനെ പിടിക്കാൻ വേണ്ടി ആട്ടോയിൽ LED ലൈറ്റ് ഫിക്സ് ചെയ്ത് വേറെ വൈബിലെത്തും. അപ്പോഴേക്കും ആ കരിമാടിക്കുട്ടൻ നമ്മുടെ ഹീറോയുടെ നേരെ എത്തും. അപ്പോൾ ഈ പേടിത്തൂറി ഹീറോ കരിമാടിക്കുട്ടനെ കണ്ട് ഐ കോണ്ടാക്റ്റും കൊടുത്ത് ചത്തു നിൽക്കും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ എങ്ങനെയൊക്കെ ടാക്ടിക്സ് ഉപയോഗിച്ച് ആ കരിമാടിക്കുട്ടന്റെ റിയൽ ഫേസിനെ കണ്ടുപിടിച്ച് ആ നാട്ടിൽ മൊത്തം പോസ്റ്റർ അടിപ്പിക്കും. അപ്പോഴേക്കും ഹീറോയുടെ കാമയ്ക്ക് ഒന്ന് ബ്രേക്കപ്പ് പറയും. ബിക്കോസ് ഓഫ് ഹീറോയ്ക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ഒരു വലിയ ഡൗൺഫാളിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം രാത്രി നമ്മുടെ ഈ കരിമാടിക്കുട്ടൻ വന്ന് ഹീറോയുടെ അമ്മയെ ഉപദ്രവിക്കും. ഇതറിഞ്ഞ നമ്മുടെ ഹീറോയ്ക്ക് അമ്മാതിരി ദേഷ്യം വരും. പക്ഷെ ഒരു കാര്യമില്ല, നൈറ്റ് പേടിയാണല്ലോ. അപ്പോഴേക്കും ആ നാട്ടിൽ ഒരു പോലീസ് വരും. അത് നമ്മുടെ ഹീറോയുടെ കാമുകയെ കെട്ടാൻ പോകുന്ന ഒരു പോലീസ് ആയിരുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ ഹീറോ ഒരു ഡൗൺഫാളിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ ഹീറോ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് കരിമാടിക്കുട്ടനെ പിടിക്കാറാകുമ്പോൾ നമ്മുടെ ചേച്ചി ഒരു ക്യാമിയോ റോളിൽ അവിടെ എത്തും. എന്നാൽ നമ്മുടെ ഹീറോ പേടിക്കാതെ ആ ചോറങ്ങ് കഴിക്കും. അതോടെ 1.5 പവർ കയറും. ഇനി ചേച്ചി വല്ല ചോട്ടാ ഭീമിന്റെ ലഡു ആണോ കൊണ്ടുകൊടുത്തത്? അതോടെ പവർഫുൾ ഹീറോ ആ കരിമാടിക്കുട്ടനെ നല്ലപോലെ ഇടിച്ച് പഴിപ്പിച്ച് പോലീസിനെ ഏൽപ്പിക്കും. അതോടെ പടം തീർന്നു.